ഓക്കെ, ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫിസിക്സിലെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചുള്ള വളരെ ഷോർട്ട് വീഡിയോ ആണ്. ഇത് 9th ക്ലാസ്സുകാർക്കും 11th ക്ലാസ്സുകാർക്കും അതുപോലെ തന്നെ സ്റ്റേറ്റിനും CBSEക്കും ICSEക്കും ഒക്കെ ഉപകാരപ്രദമായുള്ളൊരു വീഡിയോ ആണ്. ഫിസിക്സിൽ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പാത്ത് ട്രാവൽ ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തിരിക്കുന്ന പാത്തിനെയാണ് നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയും. എക്സാമ്പിൾ ABCDE, ഒരു ആൾ ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് A തൊട്ട് BCD ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, പാത്ത് ട്രാവൽ ബൈ ആൻ ഒബ്ജക്റ്റ്. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ പോയിന്റ് ആൻഡ് ഇനീഷ്യൽ പോയിന്റ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ABCD എന്ന പാത്താണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് A to E ഉള്ളതായിരിക്കും. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ദ ഫൈനൽ പോയിന്റ് ആൻഡ് ദ ഇനീഷ്യൽ പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി, ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഒരു ആൾ മൂവ് ചെയ്തിട്ട് എയിൽ നിന്ന് A to Bയിലേക്ക് വന്നു, അല്ലെങ്കിൽ B to Cയിലേക്ക് പോയി. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഇയാൾ ഇതെല്ലാം മീറ്ററിലാണെങ്കിൽ ടോട്ടൽ ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7 മീറ്റർ ആയിരിക്കും. കാരണം ഇവിടെ വരെ 3, 4, 7. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫൈനൽ പോയിന്റ് ആൻഡ് ഇനീഷ്യൽ പോയിന്റ്. അപ്പോൾ AC ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിന് ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം 5 ആയിരിക്കും, √3² + 4². അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ 5 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക.